We were discussing about advantages of listing. Next advantage, it protects the investors. എങ്ങനെ ഇൻവെസ്റ്റേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുക? ഇൻവെസ്റ്റേഴ്സിന് ലിസ്റ്റഡ് കമ്പനീസിന് ഷെയർസിനെ പറ്റിയിട്ട് അവിടെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റും. അവരുടെ ഓഡിറ്റഡ് റിപ്പോർട്ട്സ് കാണാൻ പറ്റും. അവിടെ അസറ്റ്സ് എങ്ങനെയാണ്, ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയാണ്, പ്രോഫിറ്റ്, ഡിവിഡൻഡ് പോളിസി, അലോട്ട്മെന്റ് പ്രൊസീജിയർ എല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത കമ്പനികൾ വളരെ ട്രാൻസ്പെറൻറ്റ് ആണ്, അവരുടെ കാര്യങ്ങളൊക്കെ വളരെ സുതാര്യമാണ്. ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെ വേണമെങ്കിൽ അറിയാനും പറ്റും. അപ്പോൾ സോ ഇറ്റ് ഹെൽപ്സ് അല്ലെങ്കിൽ പ്രൊട്ടക്ട് ദി ഇൻവെസ്റ്റേഴ്സ്. കമ്പനിയെ പറ്റി നന്നായിട്ട് ഇൻവെസ്റ്റേഴ്സിന് അറിയാൻ പറ്റും. ഫെയർ പ്രൈസ് ആണ്. ഇൻവെസ്റ്റേഴ്സ് ഗെറ്റ് ഫെയർ പ്രൈസ് ഫോർ ദി ഇൻവെസ്റ്റ്മെന്റ് വെൻ ദി സെൽ ലിസ്റ്റഡ് ഷെയർസ്. ലിസ്റ്റഡ് ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കൂടിയാണ് നിങ്ങൾ വിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഓതറൈസ്ഡ് ഡീലേഴ്സിൻ്റെ അടുത്താണോ അല്ലെങ്കിൽ ജിയോജിത് പോലത്തുള്ള ബ്രോക്കേഴ്സിൻ്റെ അടുത്താണ് നിങ്ങൾ വിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിന് കിട്ടും, ഫെയർ പ്രൈസ് കിട്ടും. സ്റ്റോക്കിന്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുക ബൈയിങ്ങും സെല്ലിങ്ങും ഓർഡർ നോക്കിയിട്ടാണ്. ഈച്ച് ബൈ ഓർഡർ ഇസ് എൻ ഓഫർ ടു ബൈ സർട്ടൻ നമ്പർ ഓഫ് ഷെയർസ് അറ്റ് സർട്ടൻ പ്രൈസ്. അതിനാണ് നമ്മൾ ബിഡ് എന്ന് പറയുക. അതായത് ഓരോ ബൈ ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നമ്പർ ഓഫ് ഷെയർ ഞാൻ ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചോളാം എന്ന് പറയും. അങ്ങനെ പറയണ അതിനെയാണ് നമ്മൾ ബിഡ് എന്ന് പറയുക. അതുപോലെ സെൽ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഇത്ര രൂപയ്ക്ക് സെല് ചെയ്യാന്ന് പറയും. അതിനെ നമ്മൾ ആസ്ക് എന്നാണ് പറയുക. ദ പ്രൈസ് ഓഫ് എനി സ്റ്റോക്ക് അറ്റ് എനി മൊമെന്റ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ഫൈൻഡിങ് ദ പ്രൈസ് അറ്റ് വിച്ച് മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് വിൽ ബി ട്രാൻസാക്റ്റഡ്. ഈ ഷെയറിന്റെ അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് നിശ്ചയിക്കുക ഓരോ സമയത്തും എത്ര നമ്പർ ഓഫ് ഷെയർസ് ട്രാൻസാക്ട് ചെയ്ത് നോക്കിയിട്ടാണ്. അതിനുശേഷം പ്രൈസ് ഡിറ്റർമിൻ ചെയ്യും, എന്നിട്ട് ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യും. ആ പ്രൈസ് ആണ് ദാറ്റ് ഇസ് എ പ്രൈസ് വിച്ച് ഈസ് ഷോൺ ആസ് ദി പ്രൈസ് ഓഫ് സ്റ്റോക്ക് അറ്റ് ദാറ്റ് മൊമെന്റ്. This process is continued repeatedly during trading hours as well as during the after market trades. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് വാങ്ങിക്കലും വിൽക്കലും അതിൻ്റെ ഓർഡറും എല്ലാ സമയത്തും കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ എത്ര ഷെയർ വാങ്ങിക്കാനുണ്ട്, ഇത്ര രൂപയ്ക്ക് എത്ര ഷെയർ വാങ്ങിക്കാനുണ്ട്, എത്ര എണ്ണം വിൽക്കാനുണ്ട്, ഇത് രണ്ടും നോക്കി കമ്പയർ ചെയ്തിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ സപ്ലൈയും ഡിമാൻഡും നോക്കിയിട്ടാണ് ഷെയറിന്റെ പ്രൈസ് ഫിക്സ് ചെയ്യുക. അതുകൊണ്ടാണ് ഫെയർ പ്രൈസ് എന്ന് പറയുന്നത്. ഒരാൾക്കും അനധികൃതമായിട്ട് അങ്ങനെ പ്രൈസ് കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കില്ല. ഇറ്റ് ഈസ് എ ഗുഡ് കൊളാട്രൽ സെക്യൂരിറ്റി. പല ബാങ്കുകളും ലോണിന് ലിസ്റ്റഡ് ഷെയർസ് പ്രിഫർ ചെയ്യാറുണ്ട്, കൊളാട്രൽ സെക്യൂരിറ്റി ആയിട്ട് പ്രിഫർ ചെയ്യാറുണ്ട്. ലിസ്റ്റഡ് സെക്യൂരിറ്റീസ് ആർ ഗുഡ് കൊളാട്രൽ സെക്യൂരിറ്റി ആൻഡ് ഇറ്റ് പ്രൊവൈഡ്സ് ഇൻവെസ്റ്റേഴ്സ് ഈസി ഫെസിലിറ്റി ഫോർ ലോൺ. ബാങ്കേഴ്സ് ഗ്രാന്റ് ലോൺ അഗെയിൻസ്റ്റ് ലിസ്റ്റഡ് സെക്യൂരിറ്റീസ്. Limitations of listing. Listing of securities can bring wide fluctuations in the value of shares in the market. ലിസ്റ്റിംഗ് കൂടി നമ്മൾ നേരത്തെ പറഞ്ഞ ഫെയർ പ്രൈസ് ആണ് എങ്കിൽ കൂടി സ്പെക്കുലേറ്റേഴ്സിന് ആമ്പിൾ സ്കോപ്പ് ഉണ്ട് സ്പെക്കുലേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അവർ എന്താ ചെയ്യാതെ മാനിപ്പുലേറ്റ് ദി വാല്യൂസ് ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് മേക്ക് അൺസ്ക്രൂപ്ലെസ് പ്രോഫിറ്റ്. കുറേ ഷെയർസ് ഇല്ലാത്ത സാധനം വിൽക്കാനുണ്ടെന്നും വാങ്ങിക്കാൻ ഡെലിബറേറ്റ് ആവശ്യമില്ലെങ്കിലും വാങ്ങിക്കണമെന്നും അങ്ങനെ അൺനെസസറി ആയിട്ട് ഷെയർസ് വാങ്ങിക്കാനും വിൽക്കാനും ശ്രമിച്ചിട്ട് അതുവഴി ഒരുപാട് പൈസ ഉണ്ടാക്കും. സോ ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ടു ദ ഇൻട്രസ്റ്റ് ഓഫ് സൊസൈറ്റി. അങ്ങനെ ഒരാൾ മാത്രം ഒരുപാട് കാശ് ഉണ്ടാക്കുന്നത് ശരിയല്ല. പിന്നെ അത് മാത്രമല്ല അത് സൊസൈറ്റിക്ക് ഹാനികരമാണ്. നല്ല ഇൻവെസ്റ്റേഴ്സിനെ അത് ദോഷമായിട്ട് ബാധിക്കും. നോ റെഗുലർ പ്രൈസ് കോട്ടിംഗ്. Listing does not guarantee the regular and continuous price quotation of securities in the market. ലിസ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ആ സെക്യൂരിറ്റീസിൻ്റെ ആ പർട്ടിക്കുലർ ഷെയർസിൻ്റെ എല്ലാ ദിവസവും അത് എന്ത് ചെയ്യണമെന്നില്ല, അതിൻ്റെ പ്രൈസ് കോട്ട് ചെയ്തോണമെന്നില്ല. മോസ്റ്റ് ഓഫ് ദ സെക്യൂരിറ്റീസ് വിച്ച് ആർ ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആർ നോട്ട് കോട്ടഡ് ഓർ കോട്ടഡ് ഇറഗുലർലി. എല്ലാതും കോട്ട് ചെയ്തോണം തന്നെ ഇല്ല, കോട്ട് ചെയ്താൽ തന്നെ ഇറഗുലർ ആയിട്ട് അവർക്ക് തോന്നുമ്പോഴൊക്കെയാണ് അതിൻ്റെ പ്രൈസ് എത്രയാണ് പ്രൈസ് മാറുന്നത് പൊതുജനങ്ങളെ അറിയിക്കുള്ളൂ. The large amount of listing fees. The listing and renewal fees charged by stock exchange depend on the status of this exchange and paid up capital of the company. ഒരു ലിസ്റ്റ് ചെയ്ത കമ്പനി അവരെല്ലാം റിന്യൂ ചെയ്യാൻ, അവരുടെ ലിസ്റ്റിംഗ്സ് റിന്യൂ ചെയ്യാൻ അവർക്ക് വീണ്ടും സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് പെടണമെങ്കിൽ എന്ത് ചെയ്യണം, അവർ റിന്യൂവൽ ഫീസ് കൊടുക്കണം. ആ ഫീസ് പറഞ്ഞ് വളരെ വലിയ ഫീസാണ്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്റ്റാറ്റസും അതുപോലെ കമ്പനിക്ക് എത്ര ക്യാപിറ്റൽ ഉണ്ട് അതിന്റെ ഇത്ര പെർസെൻറ്റേജ് ആണ് ഈ ഫീസായിട്ട് വരിക. അപ്പോൾ അത് വലിയൊരു എമൗണ്ട് ആണ്. ദർ ഇസ് നോ യുണാനിമിറ്റി. എല്ലാവരും തമ്മിൽ ഒരുപോലെയല്ല ഫീസ് അടയ്ക്കേണ്ടവ. വോളിയൂം ഓഫ് ട്രേഡ് ആൻഡ് പ്രൈസ് കൊട്ടേഷൻസ് ആർ നോട്ട് കൺസിഡർഡ് വൈ ചാർജിങ് ഫീസ്. എത്ര ട്രേഡ് നടന്നു, ഷെയറിന്റെ സ്റ്റോക്ക് വില കൂടിയോ അല്ലെങ്കിൽ പ്രൈസ് കൊട്ടേഷൻസ് എത്ര, ഇതൊന്നും നോക്കില്ല. അതാണ് ഈ ഫീസ് ഈടാക്കുക. അപ്പോൾ വലിയൊരു എമൗണ്ട് കമ്പനികൾക്ക് ലിസ്റ്റിംഗ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് കൊടുക്കേണ്ടി വരും. അത് അവർക്ക് വലിയൊരു ബാധ്യതയാണ്. Information to competitors. For listing the securities, companies required to disclose all vital information. അതാണ് കമ്പനി ലിസ്റ്റ് ചെയ്യപ്പെടുന്നെങ്കിൽ അതിൻ്റെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനും അവരുടെ പെർഫോമൻസ്, മാനേജർ പേഴ്സണ്, റെമ്യൂണറേഷൻ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തണം. അപ്പോൾ ഇത് ചിലപ്പോൾ എന്തുണ്ടാവും, കോമ്പറ്റീറ്റേഴ്സ് ഇത് മിസ്യൂസ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇറ്റ് ഈസ് ഡിട്രിമെൻ്റൽ ടു ദ ഇൻട്രസ്റ്റ് ഓഫ് ദി
കമ്പനിക്ക് അത്ര താല്പര്യം ഉണ്ടാവില്ല കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് ഈ കമ്പനിയുടെ വളരെ നിർണായകമായ വിവരങ്ങൾ ചെല്ലണത്. ദീസ് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ലിസ്റ്റിംഗ്. നെക്സ്റ്റ് ലിസ്റ്റിംഗ് പ്രൊസീജിയർ ആണ്. എല്ലാ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും ഒരു സെപ്പറേറ്റ് ലിസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അതായത് ലിസ്റ്റ് ചെയ്യാൻ വരുന്ന കമ്പനികൾക്ക് അപ്രൂവൽ കൊടുക്കാനായിട്ട്. ഈ ലിസ്റ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് ആക്ട് 1956 സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ റൂൾസ് 1957 കമ്പനീസ് ആക്ട് 1956 അതുപോലെ സെബി പറയുന്ന റൂൾസും ബൈലോസും റെഗുലേഷനും ഒക്കെ അനുസരിച്ചിട്ട് ഒരു കമ്പനിയുടെ ഒഫീഷ്യൽ ലിസ്റ്റിൽ പേര് ഇൻക്ലൂഡ് ചെയ്യാൻ പാടുള്ളൂ. ഇനി ഏതൊരു കമ്പനിയാണ് if they wish to offer shares or debentures to the പബ്ലിക്കിന് ഷെയറോ ഡിബഞ്ചറോ ഓഫർ ചെയ്യാൻ ആഗ്രഹിക്കപ്പെടുന്ന കമ്പനി അവരെന്ത് ചെയ്യണം? അവരുടെ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസിൽ കൂടി they can make application to one or more stock exchange. ഒന്നോ അതിൽ കൂടുതൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അവരുടെ അപ്ലിക്കേഷൻ ഫോം കൊടുക്കാം. അതായത് അവരുടെ ഷെയർസും ഡിബഞ്ചേഴ്സും അവർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞിട്ട് ഒന്നോ രണ്ടോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് അവർക്ക് ഓഫർ ലെറ്റർ കൊടുക്കാം. അതുപോലെ തന്നെ അവരുടെ ഇഷ്യൂ എമൗണ്ട് 5 കോടിയിലും കൂടുകയാണെങ്കിൽ എന്തായാലും കമ്പനി എന്തിനുള്ള അറേഞ്ച്മെന്റ് നടത്തണം? അവരുടെ സെക്യൂരിറ്റീസ് ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അതായത് അവർ കമ്പനി ഏത് സ്ഥലത്താണോ നിൽക്കുന്നത് ആ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലാതെ വേറൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിനും കൂടി ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുക്കണം. ഇനി ക്രൈറ്റീരിയ ഫോർ ലിസ്റ്റിംഗ് ആണ്. In order to be eligible for listing, a company must satisfy the following conditions. ഈ താഴെ പറഞ്ഞ കണ്ടീഷൻസ് ഫോളോ ചെയ്യുമ്പോഴാണ് കമ്പനി നമ്മൾ ലിസ്റ്റ് ചെയ്യപ്പെടുക. അതായത് അറ്റ്ലീസ്റ്റ് 60% of each class of securities issued must be offered to the public for subscription. എത്ര ക്ലാസ് ഓഫ് സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിലും അതിൻ്റെ 60% പബ്ലിക്കിനെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ഓഫർ ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ മിനിമം ക്യാപിറ്റൽ ഇഷ്യൂഡ് എന്തായിരിക്കണം? ഇറ്റ് ഷുഡ് ബി 3 crores of rupees. മിനിമം ഇഷ്യൂഡ് ക്യാപിറ്റൽ 3 crore ആവണം. ദ മിനിമം പബ്ലിക് ഓഫർ ഫോർ പബ്ലിക് സബ്സ്ക്രിപ്ഷൻ മസ്റ്റ് ബി അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഇറ്റ്സ് ഇഷ്യൂഡ് ക്യാപിറ്റൽ. മിനിമം പബ്ലിക് ഓഫർ പബ്ലിക് സബ്സ്ക്രിപ്ഷനിൽ എത്രയായിരിക്കണം? പബ്ലിക്കിന് ഓഫർ ചെയ്തതിൻ്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി അറ്റ്ലീസ്റ്റ് 25% ഓഫ് ഇറ്റ്സ് ഇഷ്യൂഡ് ക്യാപിറ്റൽ ആൻഡ് ഇറ്റ് മസ്റ്റ് ബി ഓഫർഡ് ത്രൂ അഡ്വർടൈസ്മെന്റ് ഇൻ എ ന്യൂസ് പേപ്പർ ഫോർ അറ്റ്ലീസ്റ്റ് 2 periods ഓഫ് ഡേയ്സ്. 2 ദിവസമെങ്കിലും പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ട് വേണം ഈ സബ്സ്ക്രിപ്ഷൻ ഒക്കെ കോൾ ഫോർ ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പനിക്ക് ഷുഡ് ഹാവ് എ ഫെയർ size having broad based capital structure and public interest in its securities. broad based capital structure ആയിരിക്കണം. വളരെ വൈഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെക്യൂരിറ്റീസ് ഒക്കെ ഉള്ള ഒരു ക്യാപിറ്റൽ സ്ട്രക്ചർ ആയിരിക്കണം കമ്പനിക്ക് ഉണ്ടാവേണ്ടത്. There must be at least 10 public shareholders for every 1 lakh shares of fresh issue of capital. 1 ലക്ഷം ഷെയർ ഇഷ്യൂ ചെയ്യുന്ന 10 പബ്ലിക് ഷെയർ ഹോൾഡേഴ്സ് നിർബന്ധമായും വേണം. ആൻഡ് 20 ഇൻ ദ കേസ് ഓഫ് സബ്സിക്വൻറ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ്. വീണ്ടും ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിൽ 20 മിനിമം വേണം. ഇഫ് ദ ഇഷ്യൂഡ് ക്യാപിറ്റൽ എക്സീഡ് 5 crores, ഇഷ്യൂഡ് ക്യാപിറ്റൽ 5 കോടി കൂടുകയാണെങ്കിൽ കമ്പനി ഷുഡ് മേക്ക് അറേഞ്ച്മെന്റ് ടു എൻലിസ്റ്റ് ദ സെക്യൂരിറ്റീസ് ഇൻ മോർ ദൻ 1 സ്റ്റോക്ക് എക്സ്ചേഞ്ച്. റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലാണ്ട് വേറൊരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടി ലിസ്റ്റ് ചെയ്യാനുള്ള നടപടി കമ്പനി എടുക്കണം. ഇനി ഒരുപാട് ഷെയറിന് ആൾക്കാർ ഇഷ്യൂ ചെയ്തു അപ്ലൈ ചെയ്തു വിചാരിക്കും. ഒരുപാട് ഷെയർ ആപ്ലിക്കേഷൻ മണി കിട്ടിയിരുന്നെങ്കിൽ ആ എക്സസ് ഷെയർ ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യണം? ഇറ്റ് ഷുഡ് ബി റിട്ടേൺ വിതിൻ 10 weeks. 10 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യേണ്ടതാണ്. എങ്ങാനും കമ്പനി 10 ദിവസത്തിനുള്ളിൽ റിട്ടേൺ ചെയ്യാൻ ഡീഫോൾട്ട് വരുത്തിയെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം? ആ അപ്ലിക്കൻസിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. എത്ര രൂപയാണോ അവർ കൊടുക്കാൻ താമസിച്ചത് ആ രൂപയുടെ 4% മുതൽ 15% വരെ ഇൻട്രസ്റ്റ് കൊടുക്കാനും കമ്പനി ബാധ്യസ്ഥരാണ്.